വേളാങ്കണ്ണി, കിഴക്കിൻ്റെ ലോകത്ത്. 1505 പാൽ വിൽക്കാൻ ഇറങ്ങിയ ഒരു ഹിന്ദു ബാലന് ശാന്തമായൊരു ദിവ്യപ്രഭയിൽ അമ്മയും കുഞ്ഞും പ്രത്യക്ഷപ്പെട്ടു. കുറച്ച് പാൽ തരാമോ? ബാലൻ പാൽ കൊടുത്തു. ഉടമയുടെ അരികെ എത്തുമ്പോൾ കുടം പകുതിയായിരുന്നു. കോപം അത്യന്തം. എന്നാൽ അത്ഭുതകരമായി പാൽ കുടത്തിൽ നിറഞ്ഞൊഴുകി. മാതാകുളം എന്നാണ് ആ ദർശന സ്ഥലം പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത്. അടുത്തത് ഒരു മുടന്തൻ ബാലന് അമ്മ ദർശനം നൽകിയതാണ്. ദേവാലയം വേണമെന്ന് സന്ദേശം പറഞ്ഞു. അതേ സമയത്ത് ബാലൻ അത്ഭുതകരമായി നടക്കാൻ തുടങ്ങി. അവിടെ ഓലം മേഞ്ഞ ഒരു ചെറിയ ദേവാലയം പണിയപ്പെട്ടു. കടലിൽ കൊടും കാറ്റ്. പോർച്ചുഗീസ് കപ്പൽ തകർച്ചയുടെ വക്കിൽ. യാത്രക്കാരെല്ലാം അമ്മയെ വിളിക്കുന്നു. അമ്മ അവരെ രക്ഷപ്പെടുത്തി. കപ്പൽ വേളാങ്കണ്ണിയിലേക്ക് കരകയറി. നന്ദിയോടെ അവർ ദേവാലയം പുനർനിർമ്മിച്ചു. അമ്മയെ കുഞ്ഞുമായി പ്രതിഷ്ഠിച്ചു. 3 ദർശനങ്ങൾ. മതഭേദമന്യേ അമ്മയെ തേടുന്നവരെയെല്ലാം അവൾ യേശുവിൻ്റെ പാദസ്പർശത്തിലേക്ക് നയിക്കുന്നു. വേളാങ്കണ്ണി, വിശ്വാസവും അത്ഭുതവും ചേർന്ന പുണ്യഭൂമി.